ഞാൻ എല്ലാ വർഷവും എല്ലാ തെരഞ്ഞെടുപ്പിനും ഞാൻ ഇതുവരെ ഒരു തെരഞ്ഞെടുപ്പിനും പോലും എൻ്റെ സമ്മതിദാനാവകാശം സമ്മതിദാനാവകാശം ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല. അത് തീർച്ചയായിട്ടും അതെൻ്റെ അവകാശം വകുപ്പിന് എൻ്റെ ഒരു കടമയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഒരു സന്ദേശം തന്നെയാണോ എല്ലാവർക്കും കൊടുക്കുന്നത്? അതെ, തീർച്ചയായിട്ടും ഇത് നമ്മളുടെ അവകാശം, ഒരു കടമയാണ്. നമ്മളെ ഈ ജനാധിപത്യത്തിനെ സംരക്ഷിക്കേണ്ടത് നമ്മളൊക്കെ തന്നെയാണ്. നമ്മൾ വോട്ട് ചെയ്യുന്ന നമ്മളൊക്കെ തന്നെയാണ് അത് സംരക്ഷിക്കേണ്ടത്. സഹപ്രവർത്തകനും സുഹൃത്തുകൂടിയുള്ള ആസിഫ് അലി വർഷം മുമ്പ് ഒരു ബൈറ്റ് കൊടുത്തത് പുതിയ തലമുറയിലുള്ള ഒരു കൂടുതൽ സ്ഥാനാർത്ഥികളാണ് തെരഞ്ഞെടുപ്പിലേക്ക് വരണം. അല്ല, അങ്ങനെ ഒരു തീരുമാനമൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. കാര്യം പുതിയതും പഴയതുമായിട്ടുള്ള ആൾക്കാരുടെ ഒരു മിക്സാണ്. അവരുടെ എക്സ്പീരിയൻസും പുതിയ ആൾക്കാരുടെ പുതിയ ഐഡിയാസും ഒക്കെ കൂടിയിട്ടൊരു മിക്സാണ് നല്ലതെന്നാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത്. അത് ഓരോരുത്തർക്കും നിത്യപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. സിനിമയിൽ പലരും തെരഞ്ഞെടുപ്പിലേക്കും പാർലമെന്റ് രംഗത്തേക്കും വരികയാണ്. എന്തെങ്കിലും ചോദിക്കാലോ, അങ്ങനെ എന്തെങ്കിലും ഞാനോ? അതിനെക്കുറിച്ച് എങ്ങനെയാണ് പൊതുവൊരു അഭിപ്രായം? അല്ല, അതിന് താല്പര്യവും അതിനുള്ള പ്രാപ്തിയുമുള്ള ആൾക്കാർ അതിന് ഇറങ്ങുന്നത് തീർച്ചയായിട്ടും അഭിനന്ദനാർഹമാണ്. അവരതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനായിട്ട് തയ്യാറായിട്ട് സിനിമ മാറ്റിവെച്ച് ഇറങ്ങുകയാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അവർ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം മാറ്റിവെച്ച് ഇറങ്ങുമ്പോൾ ഒരു ആത്മാർത്ഥമായിട്ട് തന്നെ ആയിരിക്കും. അത് അവരുടെ പ്രവർത്തനം അനുസരിച്ചിട്ടാണ് ഇരിക്കുക. അപ്പോൾ നമ്മൾ ഇലക്ഷന് ജയിക്കുന്നത് ചിലപ്പോൾ നമുക്ക് ആളുകൾക്ക് അവരോടുള്ള താല്പര്യവും അവരുടെ സംസാരത്തിൽ നിന്ന് തോന്നിയിട്ടുള്ള ഒരു അവരോടുള്ള എന്താ പറയുക ഒരു മതിപ്പും ഒക്കെ വെച്ചിട്ടായിരിക്കാം. പക്ഷേ രാഷ്ട്രീയത്തിൽ ശോഭിക്കുന്നത് പ്രവർത്തനം വെച്ചിട്ട് തന്നെയായിരിക്കും. എനിക്കിപ്പോൾ ഉള്ളത് തന്നെ സിനിമ തന്നെ എനിക്ക് ഭയങ്കര സ്ട്രെസ്സും ഉറക്കക്കുറവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിനേക്കാൾ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു ജോലിയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. രാഷ്ട്രീയ പ്രവർത്തനം. അപ്പോൾ അതിലേക്ക് അങ്ങനെ എൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ അങ്ങനെ രാഷ്ട്രീയം പോലുള്ള കാര്യത്തിലേക്ക് പോകാനുള്ള യാതൊരു സാധ്യതയില്ല. ഇപ്പോഴത്തെ അതായത് നാളെ സാഹചര്യം മാറാന്ന് വെച്ചാൽ അങ്ങനെ ഇറങ്ങിയേ പറ്റൂ എന്നുള്ള അവസ്ഥയൊക്കെ വന്നാൽ ഞാൻ അത് ഭയങ്കര മാറ്റങ്ങൾ ഇവിടെ വരണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യേണ്ടി വരും പറ്റുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് ഞാൻ കുറേ രാഷ്ട്രീയക്കാരായിട്ടുള്ള സുഹൃത്തുക്കളൊക്കെ എനിക്കുണ്ട്. അപ്പോൾ അവർ അനുഭവിക്കുന്ന സ്ട്രെസ്സും അവർ എടുക്കുന്ന എഫേർട്ടും എന്നൊക്കെ പറയുന്നത് എനിക്കതിനേക്കാൾ തൽക്കാലം ഞാനിപ്പോൾ എൻ്റെ മേഖലയായിട്ടുള്ള സിനിമയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സിനിമയിലൂടെയും നമുക്ക് നല്ല സന്ദേശങ്ങൾ കൊടുക്കാനും ഒക്കെ പറ്റും. എല്ലാ തെരഞ്ഞെടുപ്പും വരുന്ന ആളായതുകൊണ്ടാണ് ഇരിങ്ങാലക്കുടയിൽ ഇത്തവണ എന്തെങ്കിലും മാറ്റം അത് പറയാനായിട്ട് എനിക്കറിയില്ല. അങ്ങനെ ഒരു പ്രവാചകനാണ് ഞാനെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഞാൻ വന്ന എല്ലാ കൊല്ലം പറഞ്ഞത്. ഇത് ആളുകളുടെ വോട്ടിംഗ് അനുസരിച്ചിട്ട് മാത്രമാണ് നമുക്ക് ഇലക്ഷൻ. കുറച്ച് ദിവസം വെയിറ്റ് ചെയ്താൽ പോരെ. എല്ലാം എന്തിനാണ് നേരത്തെ അറിയണേ? അതിന്റെ സമയത്തിന് അറിയാമല്ലോ. ജനകീയ പ്രശ്നങ്ങളൊക്കെ പുതിയ ഗവൺമെന്റ് ഏത് മുന്നണിയിലാണെങ്കിലും വരുമ്പോൾ എന്താണ് ഒരു പ്രതീക്ഷ? എന്താണ് ഏത് മുന്നണിയാണെങ്കിലും നമ്മളുടെ ഗവൺമെന്റ് അല്ലേ. അപ്പോൾ ആര് വന്നാലും നന്നായിട്ട് തന്നെ കേരളം ഭരിക്കണം എന്നുള്ളത് മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. അല്ലാതെ ഇന്നാണ് വരണമെന്നും അങ്ങനെ നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഡെമോക്രസി ഇല്ലാതാവുകയാണ്. അതുപോലെ പുതിയ സിനിമയുടെ വിശേഷങ്ങൾ, പുതിയ സിനിമ ഈ പറഞ്ഞ ഈ നമുക്ക് ഒരു 9-ാം തീയതി ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് 10-ാം തീയതിക്കാണ് നമുക്ക് നാളേക്കാണ് നമുക്ക് സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. സെൻസർ കിട്ടും, പക്ഷെ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് അതിൻ്റെ നേരത്തെ ബുക്കിംഗ്സ് ഓപ്പൺ ചെയ്യാനും ആളുകൾക്ക് വരാനുള്ള സമയത്ത് എല്ലാമായിട്ട് നമ്മൾ വിഷുദിനമായിട്ടുള്ള 15-ാം തീയതിയിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.